ഹായ് ഫ്രണ്ട്സ്, വാക്കൻ മൈ ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദാറുസലാം നിന്നും മൊറഗോറോയിലേക്കുള്ള യാത്ര ഏകദേശം 158 കിലോമീറ്ററോളം വരുന്ന ഒരു യാത്രയാണ്. ഇത് പുതുതായി ആരംഭിച്ച ഒരു ഇലക്ട്രിക് ട്രെയിനാണ്. ഇപ്പോൾ 2 മാസത്തോളമായിട്ടുള്ള തൻസാനിയയിൽ ആദ്യമായിട്ടൊരു ഇലക്ട്രിക് ട്രെയിൻ വന്നിട്ട്. അപ്പം ഇവിടെ നിന്ന് മൊറഗോറോയിലേക്ക് ഞങ്ങളും ഒരു യാത്ര പോവുകയാണ്. പുതുതായി തുടങ്ങിയ സർവീസ് ആയത് കാരണം തന്നെ നല്ല തിരക്കുണ്ട്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ടിക്കറ്റ് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ 2-3 ദിവസം മുമ്പേ റിസർവ് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഓൺലൈൻ സർവീസും ഉണ്ട്. അപ്പോൾ ഓൺലൈനിൽ നമുക്ക് പോയിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം കൗണ്ടറിൽ വന്നിട്ട് ടിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കാം. അതുപോലെ അവിടെ തന്നെ ക്യാഷ് പേയ്മെൻറ്റും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ദാറുസലാമിൽ നിന്ന് മൊറഗോറോയിലേക്ക് വരികയാണ്. ഇപ്പോൾ 2 ദിവസത്തോളമേ ദാറുസലാമിൽ നിന്നും ഡൊഡോൽമയിലേക്ക് വരെയുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ടിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്കോണമി, ബിസിനസ് ആൻഡ് റോയൽ ക്ലാസ്. നമുക്കിപ്പം ഇവിടുന്ന് ദാറുസലാമിൽ നിന്ന് മൊറഗോയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബിസിനസ് ക്ലാസ്സാണ്. തിരിച്ച് വരാനുള്ള ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഇല്ല. അപ്പോൾ നമ്മളത് എടുത്തിരിക്കുന്നത് എക്കോണമിയാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ബിസിനസ് ക്ലാസ്സിൻ്റെയും വരുന്ന സമയത്ത് എക്കോണമിയുടെയും വിശേഷങ്ങൾ അറിയാം. അതുപോലെ തന്നെ വേറൊന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം 2 സർവീസാണ് ഡെയിലി ഉണ്ടായിരിക്കുന്നത്. അതിലൊന്ന് ഓർഡിനറി സർവീസും ഒന്ന് എക്സ്പ്രസ് സർവീസുമാണ്. ഓക്കെ, അപ്പോൾ ഓർഡിനറി സർവീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 4 സ്റ്റേഷനുകളോളം സ്റ്റോപ്പുണ്ട്. 15 മിനിറ്റ് കഴിയുന്നേരം 15 മിനിറ്റ് ഒരു മണിക്കൂറും 50 മിനിറ്റിനുള്ളിൽ ദാറുസലാമിൽ നിന്ന് മൊറഗോറോയിൽ എത്തുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു 4 സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. 4 സ്റ്റേഷനിൽ ബിസിനസ് ക്ലാസിന്റെ ചാർജ് 21,000 തൻസാനിയൻ ഷില്ലിംഗാണ്. 21,500 ടിക്കറ്റ് ബിസിനസ് ക്ലാസ്സിന്. അതായത് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ? 178 കിലോമീറ്റർ. 178 കിലോമീറ്റർ ദാറുസലാമിൽ നിന്ന് മൊറഗോറോയിലേക്ക് അല്ലേ? 1 മണിക്കൂറും 50 മിനിറ്റുമാണ് ടൈം എടുക്കുന്നത്. അപ്പോൾ ഏകദേശം 150 കിലോമീറ്റർ സ്പീഡ് വണ്ടി പോകും. അതെ, 150 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി യാത്ര ചെയ്യും. പക്ഷേ നല്ല സൗകര്യമുണ്ട്. ലെഗ് സ്പേസിൽ നല്ല അടിപൊളിയാണ്. അതേപോലെ നല്ല ചാലിക്കാനുള്ള ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഇപ്പം ദാറുസലാമിൽ നിർത്തി നമ്മുടെ ഇവിടുത്തെ 4 മണിക്ക് 4 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ എത്ര മണിക്ക് എത്തും? 5:50 മൊറഗോറോയിലെത്തും. മൊറഗോറോയിൽ എത്തിയിട്ട് പിന്നെ അടുത്ത കാഴ്ചകൾ പറയും. ഇത് നമ്മൾ ആദ്യമായിട്ട് ട്രെയിനിലേക്ക് സഞ്ചരിക്കുന്നത്. ദാറുസലാം ടു മൊറഗോറോ നല്ല സൗകര്യം, ലെഗ് സ്പേസ് നല്ല. ബിസിനസ് ക്ലാസ്സാണ്. നമ്മളുള്ളത് ബിസിനസ് ക്ലാസ്സിലാണ്. ഇപ്പോൾ 5 മിനിറ്റ് ഉണ്ട്. 4 മണിക്കേക്ക് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. പക്ഷേ ഇതിന്റെ ടിക്കറ്റ് നമ്മൾ 2 ദിവസം മുമ്പ് വന്നിട്ട് റിസർവ് ചെയ്ത് നല്ല ക്യൂ ഉണ്ട്. പക്ഷെ ഓൺലൈനിൽ ഇപ്പോൾ പുതിയ സർട്ടിഫിക്കറ്റ് ഇവിടെ തന്നെ വന്ന് നമ്മൾ ബുക്ക് ചെയ്യണം. ഓൺലൈനിൽ അവർ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം ഇത് റഷാവും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇതിപ്പോൾ പുതിയതായിട്ട് സർവീസ് തുടങ്ങിയതാണ്. അതിപ്പോൾ 1 മാസത്തിനുള്ളിൽ ആയിട്ടുള്ളത് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഫുള്ളാണ്, സീറ്റൊക്കെ ഫുള്ളാണ്. അതുകൊണ്ടാണ് 2 ദിവസം മുമ്പേ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അത് ഇന്നലെ പുതിയ സ്റ്റാർട്ട് ചെയ്തത് ദാറുസലാമിൽ ഡൊഡോമയിലേക്ക്. ദാറുസലാമിൽ നിന്ന് മൊറഗോറോ വരെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇന്നലെ മുതൽ ദാറുസലാമിൽ നിന്ന് ഡൊഡോമയിലേക്ക് 31,000 ഷില്ലിംഗാണ്. സ്റ്റേഷനൊന്നും പറയണ്ടല്ലേ, സ്റ്റേഷനിൽ വരാം. ഇന്നലെ ടിക്കറ്റ് എടുത്തില്ല. ടിക്കറ്റ് എടുത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇന്നലെ അന്നത്തേക്കുള്ള ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ നാളത്തേക്കും മറ്റന്നാളത്തേക്കുള്ള റിസർവേഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ 2 ദിവസം മുമ്പൊക്കെ ടിക്കറ്റ് എടുത്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം നല്ല റഷുണ്ട്. അത് മാത്രമല്ല, അതിലിപ്പോൾ വേറെ ഇതിൽ എക്കണോമി ഉണ്ട്, ബിസിനസ് ക്ലാസ് ഉണ്ട്. എക്കണോമിക് ആണെങ്കിൽ 13,000 തൻസാനിയൻ ഷില്ലിംഗ് ആണ് വരുന്നത്. ബിസിനസ് ക്ലാസ്സിന് 21,500 ആണ് വരുന്നത്. ഇപ്പൊ ഏത് ടിക്കറ്റ് ആണെങ്കിലും നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 2 ദിവസം മുമ്പേ നിങ്ങൾ ടിക്കറ്റ് മൊറഗോറോയിലേക്ക് പോകേണ്ട റേറ്റ് ആണോ? അതെ, ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തത് ഡൊഡോമയിലെ റേറ്റ് 31,000 എന്നാണ് പറയുന്നുണ്ടായത്. അതിന്റെ എക്സിറ്റ് അതറിയില്ല. ഡൊഡോമയിലേക്ക് എത്രയാണ്? നമ്മളിപ്പോ 10-14 വർഷമായി തൻസാനിയ. ഇവിടെ തൻസാനിയയിലെ ട്രെയിൻ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു, ലോക്കൽ ട്രെയിൻ ആയിരുന്നു. പക്ഷെ ഇതുപോലുള്ള ഇലക്ട്രിക് ട്രെയിനൊക്കെ ഇപ്പോഴാണ് വന്നത്. പക്ഷെ അത് 2-3 ദിവസം എടുക്കുന്നുണ്ടല്ലേ? അതെ, വളരെ ചെറിയ സ്പീഡും പോകുന്ന ട്രെയിൻ. അതുപോലെ ലോക്കൽ ചെറിയ അത്ര വലിയ സൗകര്യമൊന്നും ഉണ്ടാവില്ല. സാമ്പിയ അതുപോലെ തന്നെ ഇവിടുന്ന് ലോക്കലായിട്ടും ട്രെയിനുകൾ ചെയ്ത് കൊടുക്കും. അത് ഇഷ്ടംപോലെ ഓടുന്നത്. പക്ഷെ നമ്മൾ കുറെ പ്രാവശ്യം ഇങ്ങനെ കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു.
കയറാനുള്ള അവസരം ഒന്നും കിട്ടിയില്ല, നമുക്ക് ടൈം ഇപ്പൊ നമ്മളെ ട്രെയിൻ ഇപ്പൊ മൂവ് ആയിട്ടുണ്ട്. കറക്റ്റ് 4 മണിക്ക് ഷാർപ്പ് 4 മണിക്ക് തന്നെ. അതെ അതെ, കറക്റ്റ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്ലറ്റ് ഒക്കെ നല്ല സെറ്റപ്പാണ് ഇവിടുത്തെ. ഇത് ഇപ്പൊ മൂവായി തുടങ്ങി ട്രെയിൻ. നമ്മൾ വിട്ടിട്ട് ഏകദേശം 15 മിനിറ്റ് ഫസ്റ്റ് സ്റ്റോപ്പ് ഇട്ട് നമുക്ക് അതെ അതെ പൂക്കൂടായിരുന്നു സ്റ്റേഷൻ. വേറെ സ്റ്റേഷൻ ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ ഫസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ ഒരു സ്റ്റോപ്പ് നിർത്തിയിട്ടുണ്ട് പൂക്കൂർ. ഡ്രിങ്ക്സ് ഒന്നും കിട്ടില്ല, പക്ഷെ നമുക്ക് അവിടെ അവർ വിൽക്കുന്നുണ്ട് സോഡയും വില കൂടുതലൊന്നുമില്ല, വില സെയിം വിലയാണ് പുറത്ത് കിട്ടുന്ന അതേ വില തന്നെ ഇതിനകത്ത് ഉള്ളത്. വെള്ളമുണ്ട്, പിന്നെ അതുപോലെ ജ്യൂസ്, സോഡ, പിന്നെ അതുപോലെ കേക്ക് കാര്യങ്ങൾ ഇങ്ങനെയുള്ള ബൈക്സിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി നമ്മൾ പൈസ പേ ചെയ്തു. ഫ്രീ ഫുഡ് സർവീസ് ആണ് കൊടുക്കുന്നത്. മാജിഷിന്റെ ഇത് വെള്ളം ഇതാണ് വെള്ളം. ഇത് വെള്ളം 1000 ഷില്ലിംഗ് ആണ്. പിന്നെ ഇത് ഫാൻ്റെ ഇത് സോഡായിട്ട് അവൈലബിൾ ഉള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ജ്യൂസ് ഉണ്ട്, അസാമിന്റെ ജ്യൂസ് ഉണ്ട്, കേക്ക് ഉണ്ട്. ഇങ്ങനെയാണ് ആദ്യം പറഞ്ഞിട്ടില്ല. സോഡ ടാറ്റു ജയഷേട്ടി നവാജി മോച. നമ്മള് 2-3 സോഡയും ഒരു വെള്ളം പിന്നെ ഇതാ കേക്ക്, നമ്മുടെ നാട്ടിലെ കേക്ക്, ഈ ഒരു സാധനം സ്നാക്സ് ആയിട്ട്. ക്ലാസ്സിലന്ന് വിട്ടിട്ട് 1/2 മണിക്കൂറായി. ഇത് 2ാമത്തെ സ്റ്റേഷൻ. ഇതിന്റെ പേര് പറഞ്ഞാൽ സോഗ സ്റ്റേഷൻ. അതായത് കാമണിക്കൂർ ഇപ്പൊ 2 സ്റ്റേഷൻ നമുക്ക് കിട്ടി. ഇനിയും സ്റ്റേഷൻ ഉണ്ടോ എന്ന് അറിയില്ല, നോക്കാം, ഇന്നും കാണാം. ഇത് 3ാമത്തെ സ്റ്റേഷൻ. ഇപ്പൊ 4:45 അതായത് എല്ലാ 15 മിനിറ്റ്സിലും ഓരോ സ്റ്റോപ്പാണ് ഇപ്പൊ കിട്ടിയത്. 15 മിനിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നിർത്തുന്നത് വണ്ടി. 3 സ്റ്റേഷൻ കഴിഞ്ഞു. അതെ, ഇനിയും ഉണ്ടോ എന്ന് അറിയില്ല. ഇതിപ്പോ സ്റ്റേഷന്റെ പേര് റൂബു എന്നാണ് സ്റ്റേഷൻ. ബാത്റൂമിന്റെ ഉൾവശം നല്ല ക്ലീൻ ആണ്, നല്ല വൃത്തിയൊക്കെ ഉണ്ട്, നല്ല സെറ്റപ്പാണ്. ഇപ്പൊ നല്ല ക്ലീനൊക്കെ ഡീറ്റെയിൽ ക്ലീനൊക്കെ ഉണ്ട്. ഇതിപ്പോ ഇവിടെ ലഗേജ് ഇതൊക്കെ വെക്കാനുള്ള സ്പേസ് ആണ്. പിന്നെ അതുപോലെ ഇത് വെള്ളം, കുടിവെള്ളമാണ് ഇതിലുള്ളത്. ഇത് നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. ഏകദേശം ഫുള്ളാണ്. ഇതിന്റെ ബാക്കിലുണ്ട് നല്ല ലഗേജ് വെക്കാനുള്ള നല്ല സ്പേസ്, നല്ല സാധനം. അതുപോലെ ഫുഡിന്റെ നല്ല സ്പേസ് ഉണ്ട്. സീറ്റ് ഇരുന്ന് കഴിഞ്ഞാല് കാല് വെക്കാനും നല്ല ലെഗ് സ്പേസ് ഉള്ള. അടുത്തത് ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്തത് കോഫിയാണ്. ഇവിടെ ബ്ലാക്ക് കോഫി കിട്ടുന്നുണ്ട്, കാവ്, അതായത് ഇവിടുത്തെ കാവ് കിട്ടിയിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. പിന്നെ അവര് വാങ്ങിച്ചത് 1000 ഷില്ലിംഗ്, അതായത് നാട്ടിലെ 33 രൂപയോളം ഒരു കാവ്. ഈ കിട്ടിയതല്ല, ഇത് നമ്മള് കൊണ്ടുവന്നല്ലേ. അതെ, ഇത് നമ്മള് കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മളിപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 4ാമത്തെ സ്റ്റേഷനാക്കി. സമയം 5:20. അപ്പോൾ നമ്മളിപ്പം വിട്ടിട്ട് 1 മണിക്കൂറും 20 മിനിറ്റും ആയി. 4ാമത്തെ സ്റ്റേഷൻ അല്ലേ? 4ാമത്തെ സ്റ്റേഷൻ ഗരങ്കരെ എന്നാണ് 4ാമത്തെ സ്റ്റേഷൻ. അതുപോലെ തന്നെ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിൻ കയറിയിട്ട് ഇതേപോലെ തന്നെ ഇതേ ട്രെയിൻ തന്നെ, ഇലക്ട്രിക് ട്രെയിൻ തന്നെ. പക്ഷെ അത് 1 മണിക്കൂറുണ്ട്, എവിടെ സ്റ്റോപ്പില്ല. ഡാർസലാം വിട്ടിട്ട് നേരെ മൊറഗോറോ 1 മണിക്കൂറുണ്ട്.
നമ്മൾ യാത്ര അവസാനിക്കും. പക്ഷേ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് നോർമലാണ്, എക്സ്പ്രസ് അല്ല. അതുകൊണ്ട് 15 മിനിറ്റ് കൂടുന്ന സമയത്ത് ഓരോ സ്റ്റേഷനുണ്ട്, ആ സ്റ്റേഷനിലൊക്കെ നിർത്തിയിട്ടാണ് പോകുന്നത്. അന്ന് മണിക്കൂർ, മറ്റേതാകുമ്പോൾ എക്സ്പ്രസ് ആകുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് എത്തുവാണെങ്കിൽ ഇത് എത്താൻ 1.5 മണിക്കൂർ, 1 മണിക്കൂറും 50 മിനിറ്റും ആകും. നമ്മളിപ്പം മൊറഗുറോ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലാണുള്ളത്, വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ട്രെയിനിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 7:15 രാവിലത്തെ സമയമാണ്. എക്സ്പ്രസ്സിനേക്കുള്ള ടിക്കറ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എക്സ്പ്രസ് എന്ന് വെച്ച് പറയുമ്പോൾ ഡയറക്റ്റാണ് മൊറഗുറോ ടു ഡാറുസ്സലാം. അതിൻ്റെ ഇടയിൽ വരുന്ന സ്റ്റോപ്പുകളിലൊന്നും വണ്ടി നിർത്തൂല. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഡാറുസ്സലാമിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ടിക്കറ്റ് എക്കണോമിയാണ്, കാരണം ബിസിനസ് ഫുള്ളാണ്. അപ്പോൾ ഈ എക്കണോമീൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3ഉം 2ഉമാണ്. അതുപോലെ തന്നെ ബിസിനസ്സിനാകുമ്പോൾ അത് 2ഉം 2ഉമാണ്. ഇതിന് ടിക്കറ്റ് ഫെയറിലും വ്യത്യാസമുണ്ട്. അതായത് ഓർഡിനറിയും എക്സ്പ്രസ്സും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഓർഡിനറിയിൽ ബിസിനസ് ക്ലാസ്സിൽ വന്നത് 21,500 ഷില്ലിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിൽ എക്കണോമി ക്ലാസ്സിൽ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് 20,000 ഷില്ലിംഗ് പെർ ഹെഡാണ്. അതാണ് വ്യത്യാസം. ഓർഡിനറി ബിസിനസ് ക്ലാസ്സിൽ 21,500 പെർ ഹെഡ് ആണെങ്കിൽ ഇത് എക്സ്പ്രസ്സിൽ എക്കണോമിയിൽ 20,000 ഷില്ലിംഗ് പെർ ഹെഡാണ്.